ഇന്നത്തെ റെസിപ്പി ചെറുപയർ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി 4 മണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ വൈകുന്നേരം നല്ല ചൂടുള്ള ചായയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 1/2 കപ്പ് ചെറുപയർ ഒരു 4 മണിക്കൂർ മുന്നേ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് പാകത്തിന് വെള്ളം ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 2-3 വിസിലടിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. വെള്ളത്തിലിട്ട് കുതിർക്കാത്ത ചെറുപയറാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 വിസിലൊക്കെ അടിച്ചെടുക്കുകയും ചെയ്യാം. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവരുത്, എന്നാൽ നന്നായിട്ട് തന്നെ വേവും ചെയ്യണം. ആ ഒരു രീതിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. പിന്നെ വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവുകയും ചെയ്യരുത്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഇട്ടിട്ടൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഈ ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ടായാൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ്. ആ ഒരു നട്ട്സും കൂടെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. നെയ്യ് ചേർക്കണം എന്ന് താല്പര്യമില്ലാത്തവർക്ക് നെയ്യും ഒഴിവാക്കാം കേട്ടോ, അല്ലാണ്ടും ചെയ്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഏകദേശം ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്തിട്ട് രണ്ടും നന്നായിട്ട് മാറി ബ്രൗൺ കളറായിട്ട് വന്നാൽ പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ്. കൂടുതൽ തേങ്ങ ഉണ്ടായാൽ കൂടുതൽ ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഏതായാലും ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് റോസ്റ്റായിട്ട് കിട്ടുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് കിട്ടിയാൽ മതിയാവും. അപ്പോൾ തേങ്ങ ഏകദേശം ആയി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പൊടിക്ക് പകരമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും, അല്ലെങ്കിൽ ശർക്കര ഒന്ന് മെൽറ്റാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഈ ഒരു ശർക്കരപ്പൊടി ചേർക്കുമ്പോൾ കുറച്ച് ഒരുപാട് അങ്ങോട്ട് മധുരം കട്ടിക്ക് ഉണ്ടാവില്ല, എന്നാൽ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരം നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പൊടി ആകുമ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് മധുരം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ശർക്കരയൊക്കെ മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടത് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതുപോലെ വേവിച്ചെടുക്കുന്ന സമയത്ത് ചെറുപയറിൽ ഒരുപാട് വെള്ളം ഉണ്ടാവരുത്. അപ്പോൾ വെള്ളം ഇല്ലാണ്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം വെക്കേണ്ട, ഒരു ചെറുപയറിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ അവസാനം കുറച്ച് മധുരം കുറവുണ്ടേന് 1 ടേബിൾ സ്പൂണും കൂടെ ശർക്കരപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല, ഇങ്ങനെയും നല്ല ടേസ്റ്റാണ്. ഏലക്കാപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്ത് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ ചെറുപയറിൽ മധുരമൊക്കെ നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.